ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഹൗണ്ട് എന്ന സീരീസിൻ്റെ സീസൺ 2 ആണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹോങ് ആ ഡ്രിങ്ക്സ് കുടിക്കും. പെട്ടെന്ന് തന്നെ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. എല്ലാം അലിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അത് കണ്ട് ആ പെണ്ണ് ചിരിക്കും. ഇവനെല്ലാം വളരെ വിയേഡായിട്ട് കാണാൻ തുടങ്ങും. ഇവൾ ചെന്ന് ഒരു ചവിട്ട് കൊടുത്ത് അതെല്ലാം റെക്കോർഡ് ചെയ്യും. ഇവളുടെ പേര് ജീന എന്നാണ്. ശേഷം ഹോങ്ങിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ബാക്കി എല്ലാവരും ഉണ്ട്. അവൻ്റെ ഡ്രിങ്ക്സിൽ ശക്തമായ ഒരു മരുന്ന് കലർത്തിയെന്ന് ഡോക്ടർ വെളിപ്പെടുത്തുന്നു. അത് അവൻ്റെ ലിവറിനെ സാരമായി ബാധിച്ചു. അതിജീവിക്കാൻ അവനൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വന്നേക്കാം എന്ന് പറയും. ശേഷം മൂൺ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഡു യോങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർക്കൊക്കെ എങ്ങനെയുണ്ട്, എന്തേലും ഉണ്ടായാൽ എന്നെ അറിയിക്കെന്ന് പറയും. ശേഷം യോങ്ങും ബാക്കിയുള്ളവരും അവിടെ എത്തും. മൂൺ ഹോങ്ങിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത്ര നല്ല അവസ്ഥയിലല്ലെന്ന് പറയും. എന്നിട്ട് ഇവരെല്ലാം സംഭവം നടന്ന ബാറിലേക്ക് ചെല്ലും. അവിടെ എല്ലാ റൂമിലും അന്വേഷിക്കും. അതിലൊരു റൂമിൽ നേരത്തെ കെട്ടിയിട്ട ശരിക്കുള്ള സ്റ്റാഫിനെ കണ്ടെത്തും. എന്നിട്ട് CCTV വിഷ്വൽസ് നോക്കും. നിനക്ക് ഈ പെണ്ണിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് പറയും. അവൾ എന്നെ കിസ് ചെയ്ത സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഫിലിം എൻ്റെ വായിലോട്ട് ആക്കി തന്നു. അതോടെ എൻ്റെ ബോധം ഏതാണ്ട് പോയിരുന്നു. പിന്നെ എൻ്റെ വായിലേക്ക് എന്തോ ഒരു ലിക്വിഡും ഒറ്റിച്ചു. എന്നിട്ട് കുറേ ചോദ്യങ്ങളും ചോദിച്ചു. മൂൺ, നീ അറിയാതെ നിന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നീ അതിന് ഉത്തരം കൊടുത്തു അല്ലേ? അതൊരു ട്രൂത്ത് സെറമാണ് എന്ന് പറയും. യോങ്, ഹോങ് ഇങ്ങോട്ട് വരുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? ആ, അവൻ്റെ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഈ ആഴ്ച അവസാനം വരുമെന്ന്. യോങ്, അവൻ്റെ സെക്രട്ടറിക്കും ആ ബാർ അറ്റൻഡറിനും മാത്രമേ അവൻ ഇന്ന് വരുമെന്ന് അറിയുള്ളൂ. ആ ബാറിലുള്ളവൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനും കിമ്മും ചെന്ന് ആ സെക്രട്ടറിയെ കാണാം. മൂണിനോട് ആ പെണ്ണിനെ ട്രാക്ക് ചെയ്യാൻ പറയും. സൂക്ഷിക്കണം, അവളൊരു പ്രോയാണ്. അപ്പോൾ ഞാനും ഒരു പ്രോ തന്നെയാണെന്ന് പറയും മൂൺ. കിം, ഞാനും മൂണിൻ്റെ കൂടെ പൊക്കോട്ടെ. അതെന്തേ? വുജിൻ മൂണിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അവൻ എന്തായാലും അവൻ്റെ മറ്റേ കൈ ഉപയോഗിക്കും. അപ്പം മൂണിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയും. അങ്ങനെ പോവാൻ നേരത്ത് ആ പയ്യൻ ഹോങ്ങിൻ്റെ കോട്ടാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അങ്ങനെ മൂണും കിമ്മും വുജിനും യോങ്ങും കൂടെ പോകുന്നു. ആ സമയം കിമ്മിന് ഒരു കോൾ വരും. അത് ബെയ്ക്കായിരിക്കും. ഹോങ്ങിനിപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നീ എന്താ അവനെ കലക്കി കൊടുത്ത്? അപ്പോൾ എന്തായാലും എന്താ, നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ടിൻ്റെ കൈ ഞാൻ എടുക്കും. പിന്നെ നിൻ്റെ അമ്മയുടെ നാക്കും ഞാൻ പിഴുതെടുക്കും. അവരാണ് ഇനി അടുത്തതെന്ന് പറയും. ഇത് കേട്ട കിമ്മിന് ദേഷ്യവും വിഷമവും വരുന്നുണ്ട്. മൂൺ, ഇവനെ പോലെയുള്ളവന്മാരെ ഒതുക്കണമെങ്കിൽ ആദ്യം നിൻ്റെ ഈ ബലഹീനത മാറ്റി നീ സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയും. ശേഷം യോങ്ങും വുജിനും സെക്രട്ടറിയുടെ അടുത്തേക്ക് ചെല്ലും. ഹോങ് ഹോസ്പിറ്റലിലാണെന്ന് പറയും. പക്ഷേ അവന് വലിയ ഷോക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഇവനാണല്ലോ അവരെ സഹായിച്ചത്. യോങ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും നീ എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നൊന്നും ചോദിച്ചില്ല. അതെന്താ? നീ എന്തിനാ അവനെ ചതിച്ചത്? അവൻ നിന്നോട് എന്തു തെറ്റാണ് ചെയ്തത്? കാശിന് വേണ്ടിയാണോ? ഇപ്പോഴും അവന് ബോധം വന്നിട്ടില്ല. യോങ് നല്ല വിഷമത്തോടെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ആ നേരം അവൻ്റെ അനിയത്തി അവിടെയുണ്ട്. പെട്ടെന്ന് അവൾ പുറത്തേക്ക് വരും. അവൾ എല്ലാ സത്യവും പറയും. അവന്മാർ ചെയ്തു വെച്ചതാണിത്. ശേഷം കിമ്മും മൂണും CCTVയിലെ അവളുടെ ഫോട്ടോയും കാണിച്ച് മൂണിന് അറിയുന്ന ഒരു ക്ലബിലേക്ക് ചെല്ലും. അവിടെ അധികവും ഗേ ആയിട്ടുള്ളവരായിരിക്കും. അവളുടെ ഫോട്ടോ കുറച്ച് ബ്ലറായിരിക്കും. അവൾ നാക്കിലാണ് ഒരു ഡ്രഗൊക്കെ വെച്ച് കൊടുത്തതെന്ന് പറയും. അപ്പോൾ അതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ നമ്പർ കൊടുക്കും. ഇതൊക്കെ കണ്ട കിമ്മിനോട് ഇതെൻ്റെ ഫ്രണ്ട് മാത്രമാണ് കേട്ടോ എന്നൊക്കെ പറയും. ശേഷം അവൻ്റെ അനിയത്തി അവളെ ബലമായി കെട്ടിയിട്ടതും ചവിട്ടിയതും എന്നെ വെച്ചാണ് അവർ ഇവനെ ഭീഷണിപ്പെടുത്തിയതെന്ന കാര്യങ്ങളൊക്കെ പറയും. യോങ് അവളുടെ കൈക്കെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ ഓയിൽമെൻറ്റ് തേച്ച് അവിടെ കട്ട് ചെയ്തതാണെന്ന് പറയും. അവർ 3 പേരുണ്ടായിരുന്നു. അവരുടെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ കിമ്മും മുജിനും എവിടെയാ താമസിക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്നും പറയും. അവർ ഈ കാര്യം അറിഞ്ഞാൽ എന്നെ കൊല്ലും. യോങ്, പേടിക്കണ്ട, വേറെയും അണ്ടർ കവർ കോപ്സിനെ നിയമിക്കാം. നിനക്കും നിന്റെ അനിയത്തിക്കും ഒന്നും സംഭവിക്കില്ലെന്ന് പറയും. ശേഷം ആ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നവൻ അവിടെ എത്തും. അവൻ കിമ്മിനെ തിരിച്ചറിയും. ഞാൻ വലിയൊരു ഫാനാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിം, ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കണ്ടിട്ടുണ്ടോ? ഇത് ജീനയല്ലേ? അറിയാം. നീയാണ് ഇവൾക്ക് ട്രൂത്ത് സെറമൊക്കെ വിൽക്കുന്നത്. അതെ. എന്നിട്ട് മൂൺ അവന് കിട്ടിയ ഈ ഇൻഫോർമേഷനൊക്കെ യോങ്ങിനെ അറിയിക്കും. ശേഷം യോങ് അവൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫിനെ അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. വു ജോങ് എന്നാണ് ഇവൻ്റെ പേര്.
നമ്മുടെ ടീമിലെ പുതിയ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് പറയും. അവൻ ചെന്ന് എല്ലാവരെയും പരിചയപ്പെടും. യോങ് ടേനെയും അതുപോലെ കിമ്മിനെയും. ഞാൻ വലിയ ബോക്സറൊന്നുമല്ല, പക്ഷേ കൊറോണ ടൈമിൽ നിങ്ങളുടെ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷമെന്ന് പറയും. മോൺ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും. ശേഷം പരിചയപ്പെടാനായി വുജിനോട് പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം മാറും. എൻ്റെ പേര് വുജിൻ. നീ പറഞ്ഞ കൊറോണ ടൈമിൽ കിമ്മിൻ്റെ മാച്ചിൽ ഞാനും ഉണ്ടായിരുന്നു. അയ്യോ സോറി എന്ന് പറയുമ്പോൾ വുജിൻ പിണങ്ങും. ശേഷം മൂൺ അയച്ച ഫോട്ടോ കാണിച്ച് ഈ ഫോട്ടോയിലുള്ള വാച്ച് ലിമിറ്റഡ് എഡീഷനാണ്. ഈ വാച്ച് ആകെ 2 പേരുടെ അടുത്തേ ഉള്ളൂ. ഒരു യൂറോപ്യൻ പ്രൊഫഷണൽ സോക്കർ പ്ലെയറിൻ്റെ അടുത്തും പിന്നെ യൂട്ടെ എന്നൊരുത്തൻ്റെ അടുത്തും. അത് ബെയ്ക്കിൻ്റെ ആളായിരിക്കും. പെട്ടെന്ന് മൂൺ, ഇവനാണ് അവൻ. വുജിൻ, അതെ, ഞങ്ങൾ ഇവൻ്റെ കൂടെയാണെന്ന് ഫൈറ്റ് ചെയ്തത്. എന്നിട്ട് അവൻ്റെ ഡീറ്റെയിൽസ് പറയും. അവനൊരു ഭാര്യയും ഒരു മകളുമുണ്ട്. അവൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്. പക്ഷേ ഇപ്പോൾ അമ്മൂമ്മയുടെ കൂടെയാണ് അവൻ്റെ കുട്ടിയുള്ളത്. അവൻ കഴിഞ്ഞ വർഷം തായ്ലാൻഡിൽ പോയി പിന്നെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. വല്ല കള്ള പാസ്പോർട്ടും വെച്ച് വന്നതാവും ഇവിടേക്ക്. ഇപ്പോൾ ആരൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ യൂട്ടേനെയും കാങ്ങിനെയും അവരുടെ കൂട്ടത്തിലുള്ള ആ ഡോക്ടറിനെയുമാണ്. ബെയ്ക്കിനെയും ജാങ്ങിനെയും കുറിച്ച് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. കിം, എനിക്ക് ബെയ്ക്കിൻ്റെ നിന്ന് കോള് വന്നിരുന്നു. അതൊരു ഭീഷണിയായിരുന്നു. അവൻ്റെ ലീഗിൽ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഒപ്പമുള്ളവരെ ഉപദ്രവിക്കും എന്നായിരുന്നു അത്. പക്ഷെ അതൊരു പ്രൈവറ്റ് നമ്പർ ആയിരുന്നു. യോങ്, മൂണും കിമ്മും ചേർന്ന് ആ പെണ്ണിനെ കണ്ടെത്തണം. വു ജോങ്, ഡിറ്റക്റ്റീവ് ജിയോനെ ഒരുത്തൻ കുത്തിയില്ലേ, ഒരു പാർക്കോർ, അവനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം. CCTV നോക്കി. വുജിനോട് യൂട്ടയുടെ അമ്മയെ കാണാൻ പോകണമെന്ന് പറയുന്നു. ടേയോങ്ങിനോട് അവരുടെ സൈറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും കണ്ടെത്തിയാൽ എന്നെ അറിയിക്കണമെന്നും പറയും. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അങ്ങനെ എല്ലാവരും കൈ കൊടുത്തൊരു ടീമാവും. ശേഷം വു ജോങ് CCTV നോക്കി ആ കില്ലറിനെ അന്വേഷിക്കുന്നുണ്ട്. ടേയോങ് ഡാർക്ക് വെബിലെ അവരുടെ സൈറ്റ് കയറി നോക്കും. ശേഷം കാണിക്കുന്നത് ഹോങ്ങിനെ ആയിരിക്കും. അവനിപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും ഉള്ളത്. അവൻ എഴുന്നേറ്റിട്ടുണ്ടാവും. അലറി ഒച്ചപ്പാടുണ്ടാക്കും. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊന്നും അവൻ സമ്മതിക്കുന്നുണ്ടാവില്ല. ശേഷം വുജിനും യോങ്ങും യൂട്ടയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ അവൻ്റെ കുട്ടിയുടെ കളിക്കുന്നത് കണ്ട് ഇതിനെത്ര വില വരുമെന്ന് ചോദിക്കുമ്പോൾ 30,000 മോണാണോ? അല്ല, ഇത് 2,50,000 മോണാണെന്ന് പറയും യോങ്. നീ കുട്ടിയോട് സംസാരിക്കേ, ഞാൻ അമ്മയോട് സംസാരിക്കാമെന്ന് പറയും. എന്നിട്ട് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് യോങ്ങിൻ്റെ കാർഡ് കാണിച്ചു കൊടുക്കും. പോലീസാണെന്ന് പറയും. വുജിൻ ആ കുട്ടിയുടെ കൂടെ ഉണ്ടാകും. അവൻ്റെ അമ്മ 2 വർഷം മുമ്പ് അവൻ രാജ്യം വിട്ടതാ. തായ്ലാൻഡിൽ ഒരു ജോബ് റെഡിയായെന്ന് പറഞ്ഞ്. അവിടുത്തെ VIP സെക്യൂരിറ്റി ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടേക്ക് വന്നിട്ടില്ലേ, മോളെ കാണാൻ പോലും? അപ്പോൾ ഇല്ലെന്ന് പറയും. അവൻ എന്തിനാ മിലിറ്ററി വിട്ടത്? അപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, പാൻക്രിയാറ്റിക് ക്യാൻസർ. മിലിറ്ററിയിൽ നിന്ന് അതിനുള്ള പണം കിട്ടാത്തത് കൊണ്ടാണെന്ന് പറയും. ശേഷം വുജിൻ്റെ മുഖത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് കളിക്കുകയാണ് ആ കുട്ടി. മോൾ അച്ഛനെ മിസ് ചെയ്യുന്നില്ലേ, കാണാൻ തോന്നില്ലേന്ന് ചോദിക്കുമ്പോൾ 3 ദിവസം മുമ്പ് കണ്ടിരുന്നല്ലോ. ഓ, ആ 3 ദിവസം മുമ്പാണോ അച്ഛൻ മോൾക്ക് ഒരു സ്കൂട്ടർ വാങ്ങിത്തന്നത്? അതെ. ശേഷം യോങ്, ഞങ്ങൾക്കെല്ലാവർക്കും സത്യം അറിയാം. നിങ്ങളും ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയും. ശേഷം വു ജോങ് CCTV നോക്കി ആ കില്ലർ നേരെ ചെല്ലുന്നത് ജാങ്ങിൻ്റെ അടുത്തേക്കായിരിക്കും. ഈ കാര്യം കണ്ടുപിടിക്കുകയും അതവൻ ഫോട്ടോ എടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കാര്യം യോങ്ങിനെ വിളിച്ചറിയിക്കും. എന്നിട്ട് ആ ഫോട്ടോ അയക്കാൻ പറയുന്നു. ആ സമയത്താണ് ഹോങ് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ കോൾ എടുക്കും. അവൻ എവിടെയെന്ന് ചോദിക്കും. ഞങ്ങൾ മറ്റവളെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, നീ എന്തായാലും റെസ്റ്റ് എടുക്കുമെന്ന് പറയും. ഇപ്പോഴാണ് അവർക്കൊന്ന് ആശ്വാസമായത്. എന്നിട്ട് അയച്ച ഫോട്ടോ കാണും. ശേഷം കിമ്മും മൂണും മറ്റവൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഒരു ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും. അവിടെ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും. ശേഷം അവിടേക്ക് വുജിനെയും യോങ്ങിനെയും വിളിക്കും. ഇവളിവിടെ 7th ഫ്ലോറിലാണുള്ളത്. യോങ്, 2 പേര് ഉള്ളിലേക്കും ഒരാൾ എക്സിറ്റിൻ്റെ അവിടെയും വേണം. ഒരുപാട് സ്റ്റെയർസ് ഉള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും അത്. കിം, ഞാൻ മൂണിൻ്റെ കൂടെ പോകാമെന്ന് പറയും. വുജിൻ, ഞാൻ എക്സിറ്റ് നോക്കാമെന്നും പറയും. അങ്ങനെ അവർ 4 പേരും റെഡിയാവും. കിമ്മും മൂണും ഒരു റൂമിലേക്ക് കയറാൻ നേരം അത് CCTV വഴി ഒരാൾ കാണും. ആ ഡോർ തുറന്ന വഴി രണ്ടും കൂടെ അതിനടിച്ച് അവിടെ ഉറക്കും. അവിടെ അവൾ വേറൊരു വിഗ് വെച്ച് ഇരിക്കുന്നുണ്ടാവും. മൂൺ ഒരു ഹായ് കൊടുക്കും. പെട്ടെന്ന് അവൾ എമർജൻസി ബട്ടൺ അമർത്തും. പെട്ടെന്ന് അലാറം മുഴങ്ങാനും എല്ലാവരും കത്തിയും ഒക്കെ എടുത്ത് നിൽക്കും. അങ്ങനെ ഫൈറ്റ് തുടങ്ങും. ഈ ഗ്യാപ്പിൽ മറ്റവൾ രക്ഷപ്പെടാൻ നോക്കും. ഇവിടെ കിമ്മും മൂണും എല്ലാത്തിനെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം ഒരു പ്രത്യേകതരം ഗ്ലൗസ് ഒക്കെ ഇട്ടതുകൊണ്ട് ആ കത്തിയൊക്കെ അവൻ പുല്ലുപോലെ വേടിച്ച് അതെറിയും. ശേഷം അവൾ താഴെ എത്തുമ്പോഴാണ് അവിടെ വുജിൻ നിൽക്കുന്നത്.
പെട്ടെന്ന് അവൾ കത്തി കൊണ്ട് ആക്രമിക്കാൻ നോക്കും. അവൻ തടുത്ത് ഒറ്റ തട്ടിന് അവളുടെ ബോധം കളയുന്നു. ശേഷം അവർ ടേയോങ്ങിനെ വിളിക്കും. ഞങ്ങൾക്ക് അവളുടെ സെൽഫോൺ കിട്ടി, ഇനി എന്താ ചെയ്യേണ്ടത്? അതേതാ ഫോൺ? ഐഫോണാണ്. അപ്പോൾ ഐഫോണിന് ഫോട്ടോസിന് വേണ്ടി പാസ്കോഡ് ആവശ്യമില്ല. ഞാനൊരു QR കോഡ് അയക്കാം, അവളുടെ ഫോണിൽ നിന്ന് അത് സ്കാൻ ചെയ്യും. അത് സ്കാൻ ചെയ്യും. അതുവഴി അവളുടെ ഫോൺ അൺലോക്ക് ആക്കി കിട്ടും ടേയോങ്ങിന്. അവൾ അതിലുള്ള മെസ്സേജ് നോക്കും. അപ്പോൾ മാഞ്ചി എന്നൊരാളുമായാണ് ആ ചാറ്റ്. അവൾക്ക് ആരാണോ ആ കൊട്ടേഷൻ കൊടുത്തത് അയാളെ ഇന്ന് അവൾ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതൊരു ഹോട്ടലായിരിക്കും. അപ്പോൾ ആ ഹോട്ടലിലാണോ യൂട്ടെ താമസിക്കുന്നതെന്ന് അറിയാൻ വിളിച്ചു ചോദിക്കാൻ പറയും. വിളിച്ചു ചോദിക്കുമ്പോൾ അതേന്ന് പറയും. എന്ന് വെച്ച ബെയ്ക്കൊക്കെ ഉള്ള സ്ഥലം. മൂണിനോട് ഇവളെ എവിടെയും സേഫായി വെക്കാൻ പറയും. വുജിൻ മൂണിൻ്റെ കൂടെയും കിം യോങ്ങിൻ്റെ കൂടെയും പോകാൻ തീരുമാനിക്കുന്നു. ശേഷം ആ കോൾ എടുത്ത പെണ്ണ് ബെയ്ക്കിനെ വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചിലപ്പോൾ ഇവിടേക്ക് പോലീസ് എത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ അവനെ പിടിക്കാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റിൻ്റെ ഫോഴ്സ് അവിടെ എത്തും. യോങ്, നീ എവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ കൊണ്ടുവരാമെന്ന് കിമ്മിനോട് പറയും. എന്നിട്ട് അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നുണ്ടാവില്ല. യോങ്ങിനെ ഒരു മണം അടിച്ച് അവിടെ നോക്കുമ്പോൾ ചെടിച്ചട്ടിയിലായി 2 സിലിണ്ടർ ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഓടെന്ന് പറയും. യൂട്ടെ മൊബൈലിൽ ഒരു സിഗ്നൽ കൊടുക്കുന്ന വഴി ഒരു സ്പാർക്ക് വന്ന് അവിടെ മുഴുവൻ പൊട്ടിത്തെറിക്കുന്നു. അത് കണ്ട് കിം ആകെ ഷോക്കാവും. അപ്പോഴാണ് ബെയ്ക്ക് അവനെ വിളിക്കുന്നത്. നീയാണ് അവനെ കൊന്നത്, ഞാൻ പറഞ്ഞതല്ലേ നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവരാകും അനുഭവിക്കാൻ കിടക്കുന്നതെന്ന്. കിം, നിന്റെ സ്പോട്ട് എവിടെയാ, ഞാൻ വരുവാടാന്ന് പറയും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.